എറണാകുളം ജില്ലയിൽ മിൽമ ക്ഷീര സഹകരണ സംഘങ്ങളിൽ മിന്നൽ പരിശോധന. വാരപ്പെട്ടി, പുത്തൻകുരിശ് മിൽമ ക്ഷീര സഹകരണ സംഘങ്ങളിലാണ് ക്ഷീരവികസന വകുപ്പ് ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നത്. ചെയർമാനും ബോർഡ് അംഗങ്ങളിൽ ഭൂരിഭാഗവും ക്ഷീരകർഷകരല്ലെന്നും ചട്ടം ലംഘിച്ചാണ് ഭരണസമിതിയിൽ കടന്നുകയറിയതെന്നുമുള്ള പരാതിയിലാണ് പരിശോധന. രാവിലെ 7 മണിയോടെയാണ് പരിശോധന ആരംഭിച്ചത്. എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാൻ CN വത്സരൻപിള്ള പ്രസിഡന്റായ പുത്തൻകുരിശ് ക്ഷീര സഹകരണ സംഘത്തിലും ഡയറക്ടർ ബോർഡ് അംഗം PS നജീബ് പ്രസിഡന്റായ വാരപ്പെട്ടി ക്ഷീര സഹകരണ സംഘത്തിലുമായിരുന്നു പരിശോധന. ഇരുവരും ഭരണസമിതിയിലേക്ക് മത്സരിച്ചതും വിജയിച്ചതും ചട്ടം ലംഘിച്ചാണെന്നാണ് പരാതി. വാളകം സ്വദേശി നൽകിയ പരാതിയിലാണ് ക്ഷീരവികസന ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന. മിൽമ മേഖലാ യൂണിയന്റെ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കണമെങ്കിൽ ക്ഷീരകർഷകനായിരിക്കണമെന്നതാണ് ഒന്നാമത്തെ ചട്ടം. മാത്രമല്ല 1 വർഷം 500 ലിറ്റർ പാൽ സ്വന്തം പേരിൽ തൊട്ടടുത്ത സഹകരണ സംഘത്തിൽ അളക്കുകയും വേണം. എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാൻ ക്ഷീരകർഷകനല്ലെന്നും സംഘത്തിന്റെ പരിധിക്ക് പുറത്തുനിന്നും അനധികൃതമായി പാലെത്തിച്ച് സ്വന്തം പേരിൽ അളക്കുകയാണെന്നും പരാതിയിൽ ആരോപിക്കുന്നു. തുടർന്നാണ് വാരപ്പെട്ടിയിലും പുത്തൻകുരിശിലും ചെയർമാൻ വത്സരൻപിള്ളയുടെ വീട്ടിലും സ്പെഷ്യൽ സ്ക്വാഡ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ വാരപ്പെട്ടിയിലെ മിൽമ സഹകരണ സംഘത്തിലേക്ക് എത്തിയ വാൻ സ്പെഷ്യൽ സ്ക്വാഡ് കണ്ടെത്തി. പാൽ ആർക്കു വേണ്ടിയാണെന്ന് അറിയില്ലെന്നായിരുന്നു ഡ്രൈവറുടെ പ്രതികരണം. വത്സരൻപിള്ളയുടെ വീടിന് സമീപം ഡയറി ഫാം കണ്ടെത്താനായിട്ടില്ലെന്നാണ് വിവരം. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് മിൽമയുടെ തലപ്പത്ത് ക്ഷീരകർഷകരല്ലാത്തവർ കടന്നുകൂടിയിട്ടുണ്ടെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ചിഞ്ചു റാണിക്കും പരാതി ലഭിച്ചിട്ടുണ്ട്. പരാതിയിൽ കഴമ്പുണ്ടെന്ന് വ്യക്തമായാൽ UDF ഭരിക്കുന്ന എറണാകുളം മേഖലാ യൂണിയൻ ഭരണം പ്രതിസന്ധിയിലാകും. ക്ഷീരകർഷകർ വലിയ പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരം പരാതികൾ ഉയരുന്നത്. ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട, ഈ മിൽമയുടെ ഭരണത്തിരിക്കേണ്ട ആളുകൾ ക്ഷീരകർഷകരല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ക്യാമറമാൻ PL മനോജിനൊപ്പം സിബി ജോസഫ്, മീഡിയ 1, കൊച്ചി.